ദൈവജനമേ ഉണരൂ, ദൈവാത്മാവാൽ നിറയൂ, മാനസാന്തര ഫലമണിയു, സമയം സമാഗതമാ. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷത ദിവസം, സ്നേഹരക്ഷകരേശുവിൽ വിശ്വസിക്കൂ നിങ്ങൾ. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷത ദിവസം, സ്നേഹരക്ഷകരേശുവിൽ വിശ്വസിക്കൂ നിങ്ങൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, സഭയുടെ ഏറ്റവും സന്തോഷകരമായ ഒരു തിരുനാളിന് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ന് നവംബർ 1, തിരുസഭ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്നു. ഔദ്യോഗികമായി വിശുദ്ധരെന്ന് സഭ പ്രഖ്യാപിച്ചിട്ടുള്ളവരെയൊക്കെ നാം വിശുദ്ധരെന്ന് വിളിക്കുകയും അവരുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ആലയങ്ങളും പ്രതിഷ്ഠാ ഇടങ്ങളുമൊക്കെ സ്ഥാപിച്ച് നാം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അത്തരത്തിൽ സഭ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കുകയോ പേര് ചൊല്ലി വിളിക്കപ്പെടുകയോ ചെയ്യാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിരുന്നു, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സകല വിശുദ്ധരുടെയും തിരുനാളിൽ വിശുദ്ധിയുടെ നറുപുഷ്പങ്ങളായി ജീവിച്ച കോടിക്കണക്കിന് വിശ്വാസ സമൂഹത്തെ ഓർത്തുകൊണ്ട് അവരുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് സഭ ആഹ്ലാദത്തോടെ, അത്യാഹ്ലാദത്തോടെ ഒന്നു ചേരുകയാണ്. ഈ മഹോത്സവത്തിൽ നമുക്ക് സ്വർഗത്തിലായിരിക്കുന്ന സകല വിശുദ്ധരെയും ഓർത്ത് നന്ദി പറയാം, പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുവാൻ പാകത്തിൽ നമ്മുടെയുമൊക്കെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ പരിശ്രമിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവീക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താരേകനാം നാഥനും, അങ്ങു
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങീ സകല വിശുദ്ധരുടെയും പുണ്യയോഗ്യതകൾ ഒരാഘോഷത്തിലൂടെ ആദരിക്കുവാൻ അങ്ങു ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയല്ലോ. നിരവധി വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ ആഗ്രഹിക്കുന്ന പാപമോചനം സമൃദ്ധമായി ചൊരിയണമെന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങീ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ യോഹന്നാൻ കണ്ടതായത്, വേറൊരു ദൂതൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയുമായി സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ 4 ദൂതന്മാരോട് അവൻ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തി തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത്. മുദ്രിതരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ആകെ 144,000. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ, എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ. അവർ വെള്ള അങ്കിയണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുൻപിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. കർത്താവെ, കർത്താവേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. കർത്താവിൻ്റെ മലയിൽ ആരു കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആരു നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സു പതിക്കാത്തവനും. കർത്താവേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. കർത്താവേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, കണ്ടാലും
എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു: അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാകുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെപ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാളിൽ ആരാണ് വിശുദ്ധർ എന്ന ചോദ്യത്തിന് 3 ഉത്തരങ്ങൾ, 3 നിർവചനങ്ങൾ, 3 വിശദീകരണങ്ങൾ മാത്രം നൽകുവാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം കാണുന്നുണ്ട്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയുമായി സൂര്യനുദിക്കുന്ന ദിക്കിൽ നിന്നും ഉയർന്നു വരുന്ന
ഒരു ദർശനം ശ്ലീഹ കാണുകയാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു ആത്മീയ ചിന്ത ഇങ്ങനെയാണ്: ആരാണ് വിശുദ്ധർ? ആരാണ് വിശുദ്ധൻ? ആരാണ് വിശുദ്ധർ? ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയാണ് ഓരോ വിശുദ്ധനും. ദൈവം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന്, ജീവിക്കുന്നുവെന്ന്, ഇനിയും ജീവിക്കുമെന്ന് ഈ കാലഘട്ടത്തെ, ഈ ലോകത്തെ കാണിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്ര ഹൃദയത്തിൽ, ജീവിതത്തിൽ, ഈ ലോകത്തിൽ ചാർത്തി കടന്നുപോയവരാണ് വിശുദ്ധർ. അപ്പോൾ വിശുദ്ധർ എന്ന ആ ഗണത്തിന് ഇന്ന് നൽകുന്ന ഒരു നിർവചനം, അവർ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയാണ്. 2, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. രക്തത്തിൽ കഴുകിയാൽ രക്തത്തിൻ്റെ നിറമാണ് വരേണ്ടത്. എന്നാൽ ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി, സകല ലോകത്തിനു വേണ്ടി, സകല ജനപദങ്ങൾക്കും വേണ്ടി തൻ്റെ രക്തം ചിന്തിയപ്പോൾ, ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ സുവിശേഷ ആദർശങ്ങൾ ഹൃദയത്തിലും ജീവിതത്തിലും ഇടപെടാതെ, അണുവിട തെറ്റാതെ രൂഢമൂലമാക്കി ജീവിച്ച മനുഷ്യർ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ അവരുടെ വസ്ത്രങ്ങൾ കഴുകുമ്പോൾ അത് വെണ്മയുള്ളതായി മാറുന്നു. അത് വിശുദ്ധിയുടെ നറുമണം, വിശുദ്ധിയുടെ സുഗന്ധം, വിശുദ്ധിയുടെ പ്രകാശം പരത്തുന്ന ഇടമായി മാറുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളെ തന്നെ കഴുകി വെളുപ്പിച്ചെടുത്ത വെണ്മയുടെ നിറകുടങ്ങളാണ് വിശുദ്ധർ. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: കർത്താവേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. ഇത് വിശുദ്ധർക്കുള്ള മറ്റൊരു നിർവചനമാണ്. ആരാണ് വിശുദ്ധർ? കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിച്ചവരുടെ പേരാണ് വിശുദ്ധർ. കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിച്ചവരുടെ പേരാണ് വിശുദ്ധർ. ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴും ദൈവികമായ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കച്ചവട കണ്ണോടെ വിശ്വാസത്തെയും ആത്മീയതയെയും സഭയെയും സ്ഥാപനങ്ങളെയും ഒക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകർ ഉള്ള ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിർവചനം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിക്കുക മാത്രമാണ് വിശുദ്ധർ ചെയ്തത്. അതുകൊണ്ടാണ് അവർ വിശുദ്ധരായത്. അവർ വിശുദ്ധിയുടെ പടവിൽ ആദരിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, സകല വിശുദ്ധരുടെയും ഈ തിരുനാളിൽ ആരാണ് വിശുദ്ധരെന്ന ഈ 3 നിർവചനം നമുക്ക് ഹൃദയത്തിൽ പേറാം. 1, വിശുദ്ധർ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയാണ്. 2, അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരാണ്. 3, അവർ കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിച്ചവരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ, ആത്മീയ, അർപ്പണ, സമർപ്പണ ജീവിതങ്ങളിൽ ഈ 3 പുണ്യങ്ങൾ, വിശുദ്ധരുടെ നിർവചനങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരുടെയും ഈ തിരുനാളിൽ പേര് വിളിക്കപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വിശുദ്ധരോടും ചേർന്ന് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമുക്കും പങ്കാളികളാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും
അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നിരവധിയായ നിയോഗങ്ങൾക്കായി ദൈവതിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരുടെയും മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ കാഴ്ചവസ്തുക്കളോടൊപ്പം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും സമർപ്പിക്കാം. ലോക അവസാനം വരെ മനുഷ്യമക്കളോടുകൂടി ആയിരിക്കുന്നതിനായി തൻ്റെ തിരുമാംസ രക്തങ്ങൾ വിലയായി നൽകി തിരുസഭയെ രൂപപ്പെടുത്തിയ സ്നേഹനാഥ, ഫ്രാൻസിസ് പാപ്പായെയും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, എല്ലാ സന്യസ്തരെയും അങ്ങേ ആത്മാവിനാൽ നിറയ്ക്കണമേ. തിരുസഭ ഇന്ന് നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും ധൈര്യസമേതം നേരിടുന്നതിനും തങ്ങളുടെ അജഗണങ്ങളെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിക്കുന്നതിനും വേണ്ട ആത്മീയ വരങ്ങളാൽ അവരെ നിറയ്ക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വജീവിത മാതൃകയിലൂടെ സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗം പിന്തുടരുവാൻ ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്ന നല്ല ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ രാഷ്ട്ര നേതാക്കളും സത്യത്തിലും നീതിയിലും ജീവിച്ചുകൊണ്ട് സമാധാനം കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രമായി ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരസ്പര സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഇടമായി കുടുംബങ്ങളെ സ്ഥാപിച്ച നല്ല ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയോടുള്ള സ്നേഹവും വിശ്വാസവും ആഴപ്പെടുത്തി ശാന്തിയും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുവചനത്തിൻ്റെ ശക്തിയാലും കരസ്പർശത്താലും അനേകം രോഗികളെ സൗഖ്യമാക്കിയ സ്നേഹനാഥ, ഈ ലോകത്തിൽ വിവിധങ്ങളായ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും, ഏറെ പ്രത്യേകമായി കൊറോണ വൈറസ് ബാധയാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും അങ്ങ് സൗഖ്യപ്പെടുത്തണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യം നിലനിൽക്കുന്ന സ്വർഗം ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്ത് പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായ സ്നേഹനാഥ, ഈ ലോകത്തിൽ നിന്നും മരണമടഞ്ഞു പോയ എല്ലാ ആത്മാക്കൾക്കും അവരുടെ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി അങ്ങേ വാഗ്ദാനമായ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വ്യക്തിപരമായ ഓരോ നിയോഗങ്ങളെയും സമർപ്പിക്കാം. നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരും നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുമായ എല്ലാവരെയും ഓർക്കാം. പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. മദ്യമയക്കുമരുന്ന്, ലഹരി അടിമത്തങ്ങൾ, ദുശീലങ്ങൾ ഒക്കെ മൂലം തകർക്കപ്പെടുന്ന കുടുംബങ്ങളെ ഓർക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. പൂജ്യമാം ബലിപീഠത്തിൽ അർപ്പണമേകുന്നു
അർപ്പണം ചെയ്യാൻ വരുന്നു ഞങ്ങൾ. കർത്താവാം ദൈവമേ, ഈ ജീവിതം കാഴ്ചയേകുന്നു ഞങ്ങൾ. പൂജ്യമാം ബലിപീഠത്തിൽ അർപ്പണം ചെയ്യാൻ വരുന്നു ഞങ്ങൾ. കർത്താവാം ദൈവമേ, ഈ ജീവിതം കാഴ്ചയേകുന്നു ഞങ്ങൾ. കറയില്ല കുഞ്ഞാടിൻ പ്രതിരൂപമെന്നപോ തീർക്കണേ ഞങ്ങൾ തൻ ജീവിതവും. കരയില്ലാ കുഞ്ഞാടിൻ പ്രതിരൂപമെന്നപോൽ തീർക്കണേ ഞങ്ങൾ തൻ ജീവിതവും. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സകല വിശുദ്ധരുടെയും ബഹുമാനാർത്ഥം ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാണിക്കകൾ അങ്ങേക്ക് പ്രീതികരമാകട്ടെ. അവരുടെ അനശ്വരതയിൽ അവർ ഇതിനകം സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അവരുടെ മധ്യസ്ഥ സഹായം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങളുടെ സഹോദരവൃന്ദം നിത്യമായ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്ന ഞങ്ങളുടെ അമ്മയും സ്വർഗീയ ജെറുസലേമുമായ അങ്ങേ നഗരത്തിൻ്റെ തിരുനാൾ ഈ ദിവസം തന്നെ ആഘോഷിക്കുവാൻ അങ്ങു ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നുവല്ലോ. ആ നഗരത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന ഞങ്ങൾ വിശ്വാസത്തിലൂടെ മുന്നേറി സഭയുടെ നിസ്തുലരായ അംഗങ്ങളുടെ മഹത്വത്തിൽ സന്തോഷിച്ചുകൊണ്ട് തിടുക്കത്തിൽ വന്നണയുന്നു. അവർ വഴിയാണല്ലോ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായവും മാതൃകയും അങ്ങു നൽകുന്നത്. ആകയാൽ സകല വിശുദ്ധരുടെയും മാലാഖവൃന്ദങ്ങളുടെയും ഗണത്തോടു ചേർന്ന് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട്
അങ്ങേ ഞങ്ങൾ വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. പരിശുദ്ധം 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 സൈന്യങ്ങളും കർത്താവാ ദൈവം പരിശുദ്ധം ദൈവം പരിശുദ്ധം. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാനാ ഹോസാനാ അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സുമനസാലെ പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക്
കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വരവു ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനു ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ ആൻ്റണി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം.
ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകിടമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമ ഈ വിരുന്നിൽ പങ്കുചേരുന്നവ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങം ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നൊന്നരുൾ ചെയ്താൽ അത് മാത്രം മതി, എന്റെ ആത്മാവ് സുഖം തേടുവാൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ
ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാന സ്ഥാപകർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധരുടെ ഗണത്തിൽ വിശുദ്ധിയിലേകനും വിസ്മയനീയമായ അങ്ങേ ആരാധിച്ചുകൊണ്ട് അങ്ങേ കൃപയ്ക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതുവഴി അങ്ങേ സ്നേഹത്തികവാൽ പുണ്യപൂർണത നേടിക്കൊണ്ട് തീർത്ഥാടകരുടെ ഈ മേശയിൽ നിന്ന് സ്വർഗീയ പിതൃരാജ്യത്തിൻ്റെ വിരുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിസ്മയനീയമായ മധ്യസ്ഥത്താൽ പരിപോഷിതരാകുവാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വവും പുകഴ്ചയുമായ ദൈവം നിത്യമായ ആശീർവാദത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധരുടെ മധ്യസ്ഥത്താൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാകുകയും വിശുദ്ധമായ ജീവിത മാതൃകയാൽ പ്രബോധിതരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിൻ്റെയും സഹോദരങ്ങളുടെയും ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടുവാനിടയാകുമാറാകട്ടെ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തൻ്റെ മക്കളായ നിങ്ങളെ സ്വർഗീയ പൗരന്മാരോടൊന്നിപ്പിക്കുവാനും ആ പിതൃരാജ്യത്തിൽ അവരോടൊപ്പം ഈ സന്തോഷം സ്വായത്തമാക്കുവാനും അവിടുന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞു എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നിറഞ്ഞവളേ സ്വസ്തി കന്യാമാതാവേ, അഭയം നീയേ, തുണയും നീയേ, ആശ്രയമായവളേ. നന്മ നിറഞ്ഞവളേ സ്വസ്തി കന്യാമാതാവേ, അഭയം നീയേ, തുണയും നീയേ, ആശ്രയമായവളേ. ദൈവത്തിൻ മാതാവായി, ദൈവിക ഭാവമായി, ദൈവത്തിൻ ആലയമായി മേരിയെന്നമ്മയേ. ദൈവത്തിൻ മാതാവായി, ദൈവിക ഭാവമായി, ദൈവത്തിൻ ആലയമായി മേരിയെന്നമ്മയേ. നന്മ നിറഞ്ഞവളേ സ്വസ്തി കന്യാമാതാവേ, അഭയം നീയേ, തുണയും നീയേ, ആശ്രയമായവളേ. നന്മ നിറഞ്ഞവളേ സ്വസ്തി കന്യാമാതാവേ, അഭയം നീയേ, തുണയും നീയേ, ആശ്രയമായവളേ.
നന്മ നിറഞ്ഞവളെ സ്വസ്തി കന്യാമാതാവേ അഭയം നീയേ തുണയും നീയേ ആശ്രയമായവളേ അഭയം നീയേ തുണയും നീയേ ആശ്രയമായവളേ ആശ്രയമായവളേ ആശ്രയമായവളേ